നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നോക്കാം ഇന്നത്തെ പത്രങ്ങളിലൂടെ. ഇന്നത്തെ പത്രങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാ പത്രങ്ങളിലും കഴിഞ്ഞ ദിവസം വരെ വയനാടിനെ കുറിച്ചുള്ള വാർത്തകളായിരുന്നു ഏറെ പ്രാധാന്യത്തോടെ വന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്നത്തെ പത്രങ്ങളിൽ അതേ പ്രാധാന്യത്തോടെ, തുല്യ പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്ന ഒരു വാർത്തയാണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി രാജിവെച്ചിരിക്കുന്നത്. പട്ടാള അട്ടിമറിയെക്കുറിച്ചും അതുപോലെ തന്നെ ഷെയ്ഖ് ഹസീനയുടെ രാജിയെക്കുറിച്ചുമെല്ലാം വളരെ പ്രാധാന്യത്തോടു കൂടി എല്ലാ പത്രങ്ങളും തന്നെ നൽകിയിട്ടുണ്ട്. ആ തലക്കെട്ടുകളിലേക്ക് ഒന്ന് പോകാം. ആദ്യം തന്നെ മനോരമയിലേക്ക് പോകാം. മനോരമ നൽകിയിരിക്കുന്നത് ബംഗ്ലാദേശ് കലാപത്തെക്കുറിച്ചും ഷെയ്ഖ് ഹസീന രാജ്യം വിട്ടു എന്ന തലക്കെട്ടോടു കൂടിയാണ് വാർത്ത നൽകിയിരിക്കുന്നത്. 4 കോളം വാർത്തയാണ് നൽകിയിരിക്കുന്നത്. ഒപ്പം ജാഗ്രതയോടെ ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു ചെറിയ കോളം വാർത്തയും അതോടൊപ്പം തന്നെ നൽകിയിട്ടുണ്ട്. തൊട്ടടുത്തായി കുടുംബത്തിലെ 11 പേരും പോയി, നൗഫൽ ഏകനായി എന്ന വയനാടുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയും നൽകിയിട്ടുണ്ട്. എന്നാൽ മലയാള മനോരമ വളരെ പ്രാധാന്യത്തോടു കൂടി നോക്കിക്കണ്ടിരിക്കുന്നത് ഷെയ്ഖ് ഹസീന രാജിവെച്ചിരിക്കുന്നതും അവർ രാജ്യം വിട്ടതുമായ ആ ഒരു വാർത്തയാണ്. അതുപോലെ തന്നെ താഴേക്ക് വരുമ്പോൾ ഗിബി സാമിന് പ്രസ് കൗൺസിൽ പുരസ്കാരം നൽകിയ ഒരു ചെറിയ കോളം വാർത്ത ഏറ്റവും താഴെ നൽകിയിട്ടുണ്ട്. അതുപോലെ അതിന് തൊട്ടടുത്തായി മരിച്ച യുവാവ് ഉൾപ്പെടെ 4 പേർക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന വാർത്തയും നൽകിയിട്ടുണ്ട്. അതുപോലെ വയനാട്ടിലെ മരണനിരക്ക് മലയാള മനോരമ നൽകിയിരിക്കുന്നത് 227 ആണ്. അതിന് തൊട്ടടുത്തായി തന്നെ സർക്കാർ ജീവനക്കാർ 5 ദിവസത്തെ ശമ്പളം നൽകുമെന്ന വാർത്തയും നൽകിയിട്ടുണ്ട്. അടുത്തത് മാതൃഭൂമി പത്രമാണ്. മാതൃഭൂമിയിലേക്ക് വരികയാണെങ്കിൽ വൈദ്യുതി കളഞ്ഞുകുളിച്ചു എന്ന വാർത്തയാണ് മാതൃഭൂമിയുടെ ഇടതുവശത്തായി നൽകിയിരിക്കുന്നത്. അതിന് തൊട്ടടുത്തായാണ് ഷെയ്ഖ് ഹസീനയെ കുറിച്ചുള്ള വാർത്ത നൽകിയിരിക്കുന്നത്. കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് മാതൃഭൂമി പത്രം ഈ വാർത്തയെ നോക്കിക്കണ്ടിരിക്കുന്നത്. ഷെയ്ഖ് ഹസീന നാടുവിട്ടു എന്ന തലക്കെട്ടോടുകൂടി ബംഗ്ലാദേശ് പ്രക്ഷോഭത്തെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട് തന്നെ ഹസീന ഇന്ത്യയിലെത്തിയത് ഇങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ ഒരു ചിത്രവും നൽകിയിട്ടുണ്ട്. മാതൃഭൂമി പത്രത്തിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ഒരുമിച്ച് മടക്കം എന്ന തലക്കെട്ടോടുകൂടി വയനാടിനെ കുറിച്ചുള്ള വളരെ വേദനാജനകമായ ഒരു വാർത്ത നൽകിയിട്ടുണ്ട്. പുത്തുമല ഉരുൾപൊട്ടലിൽ മരിച്ചവരെ അടക്കിയതിന് സമീപം എന്ന ഒരു ചെറിയ സബ് ഹെഡിങ്ങും കൊടുത്തിട്ടുണ്ട്. കൂട്ടക്കുഴിമാടം എന്ന് അതിന് താഴെയായി നൽകിയിരിക്കുന്നത് കാണാം. അതുപോലെ അതിന് വലത് വശത്തായി ഒരു നാട്ടിൽ ഒന്നിച്ച് ജീവിച്ചവർക്ക് ഒരുമിച്ച് അന്ത്യനിദ്ര എന്നും നൽകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ കോളം വാർത്തയും നൽകിയിട്ടുണ്ട്. അതുപോലെ ആ വാർത്തയോടൊപ്പം തിങ്കളാഴ്ച വരെ 284 കോടിയാണ് വയനാടിന് വേണ്ടി ലഭിച്ച തുക എന്ന് നൽകിയിട്ടുണ്ട് മാതൃഭൂമി പത്രത്തിൽ. അതുപോലെ മാതൃഭൂമി പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ ഏറെ പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്ന ഒരു വാർത്തയാണ് ഹൈസ്കൂളുകളിലെല്ലാം 12ാം ക്ലാസ് വരെ ആക്കണം എന്ന വാർത്ത. ഒപ്പം ഹിന്ദി റിയാലിറ്റി ഷോയിൽ പോയി പങ്കെടുത്ത് അവിടെ വിജയായ അവിർഭവ് എന്ന കുട്ടിയുടെ വാർത്ത ഇതിനോടൊപ്പം തന്നെ നൽകിയിട്ടുണ്ട്. ഇടുക്കിയുടെ മിടുക്കൻ എന്ന തലക്കെട്ടോടുകൂടിയാണ് ആ വാർത്ത നൽകിയിരിക്കുന്നത്. അടുത്തത് മാധ്യമമാണ്. മാധ്യമത്തിൽ ഉയിരെടുത്ത മണ്ണിൽ നിത്യനിദ്ര എന്ന് പറഞ്ഞുകൊണ്ട് മുൻപ് പറഞ്ഞതുപോലെ അതേ വാർത്ത തന്നെ നൽകിയിട്ടുണ്ട്. ഒരു 2 കോളം വാർത്തയാണ് നൽകിയിരിക്കുന്നത്. 30 പേർ കൂടി മുത്തുമലയിൽ കൂട്ടസംസ്കാരം എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ വാർത്തയിൽ. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റോറി നൽകിയിട്ടുണ്ട്. ഈ സമയം കടന്നുപോകും സിനിയുടെ വാച്ചിലേതുപോലെ എന്ന് പറഞ്ഞ വയനാടുമായി ബന്ധപ്പെട്ടൊരു വാർത്തയാണ്. മാധ്യമവും വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി രാജിവെച്ച ആ ഒരു വിവരം നൽകിയിട്ടുണ്ട്. 4 കോളം വാർത്തയാണ്. ഷെയ്ഖ് ഹസീനയുടെ ചിത്രവും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ബംഗ്ലാദേശിലെ കലാപത്തെക്കുറിച്ചും ഈ വാർത്തയിൽ നൽകിയിട്ടുണ്ട്. പ്രക്ഷോഭ ഭീതിയിൽ വീണ് ഷെയ്ഖ് ഹസീന രാജ്യം വിട്ടു എന്ന ചുവന്ന അക്ഷരങ്ങളിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ വാർത്തയുടെ തൊട്ടു താഴെയായി വയനാടിനായി സാലറി ചലഞ്ച് എന്ന വാർത്തയും നൽകിയിട്ടുണ്ട്. ഉപാധികളോടെ സഹകരിക്കണമെന്ന് സർവീസ് സംഘടനകൾ എന്നൊരു സബ് ഹെഡിങ്ങും നൽകിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഒരു ചെറിയ വാർത്ത 2 കോളത്തിലായി നൽകിയിട്ടുണ്ട്. തകർന്നടിഞ്ഞ് ഓഹരി വിപണി എന്നതാണ് വാർത്ത. ഈ കണ്ട പത്രങ്ങളിലെല്ലാം തന്നെ വയനാടിനെ കുറിച്ചും അതുപോലെ തന്നെ ഷെയ്ഖ് ഹസീനയുടെ വാർത്തയ്ക്കും പ്രാധാന്യം നൽകിയപ്പോൾ ദീപിക പത്രം അത്ര പ്രാധാന്യത്തോടെ അല്ല ഈ 2 വാർത്തകളെയും നോക്കിക്കണ്ടിരിക്കുന്നത്. കാരണം ഫ്രണ്ട് പേജിൽ തന്നെ ഈ വാർത്ത നൽകിയിട്ടുണ്ടെങ്കിലും അവിടെ കൂടുതൽ പരസ്യങ്ങൾക്കാണ് പ്രാധാന്യം നൽകിയിട്ടുള്ളത്. ദീപിക പത്രത്തിൽ ഈ 2 വാർത്തകളും എങ്ങനെയാണ് നൽകിയിരിക്കുന്നത് നോക്കാം. ബംഗ്ലാദേശിൽ കലാപാഗ്നി, ഹസീന രാജ്യം വിട്ടു എന്ന തലക്കെട്ടോടെയാണ് ദീപിക ഷെയ്ഖ് ഹസീനയുടെ വാർത്ത നൽകിയിരിക്കുന്നത്. ബംഗ്ലാദേശ് കലാപത്തെക്കുറിച്ചും അതുപോലെ തന്നെ അതിർത്തിയിൽ അതിതീവ്ര ജാഗ്രത നൽകിയതിനെ കുറിച്ചുമൊക്കെ ഈ വാർത്തയിൽ പറയുന്നുണ്ട്. അതിന് തൊട്ടു താഴെയായി മണ്ണിന്റെ വിരുമാറിൽ ഒന്നിച്ചു മടക്കം എന്ന ചെറിയൊരു തലക്കെട്ടോടുകൂടി ചെറിയ രീതിയിൽ ആണ് വയനാടിനെ കുറിച്ചുള്ള വാർത്ത നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ മാതൃഭൂമിയിൽ നൽകിയതുപോലെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച വ്യക്തികളുടെ വാർത്ത
ദീപിക പത്രവും നൽകിയിട്ടുണ്ട്. യുവാവിന്റെ മരണം അമീബിക് മസ്തിഷ്ക ജ്വരം മൂലം 5 പേർ നിരീക്ഷണത്തിൽ എന്ന ഒരു ചെറിയ കോളം വാർത്തയാണ് ദീപികയിൽ നൽകിയത്. എന്നാൽ അത് ഫ്രണ്ട് പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. അടുത്ത പത്രം എന്ന് പറയുന്നത് ദേശാഭിമാനിയാണ്. ദേശാഭിമാനിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഷെയ്ഖ് ഹസീനയുടെയും വയനാട്ടിലെയും വാർത്തയ്ക്ക് തുല്യ പ്രാധാന്യം നൽകുന്നതായി കാണാം. ഒപ്പം തന്നെ ഒളിമ്പിക്സിനെ കുറിച്ചൊരു വാർത്തയും ഏറ്റവും ഒടുവിലായി നൽകിയിട്ടുണ്ട്. ആ തലക്കെട്ടുകളിലേക്ക് പോകാം. ജനകീയ പ്രക്ഷോഭം, ഹസീന രാജ്യം വിട്ടു എന്ന തലക്കെട്ടോടെയാണ് ദേശാഭിമാനി ഷെയ്ഖ് ഹസീനയുടെ വാർത്ത നൽകിയിരിക്കുന്നത്. ബംഗ്ലാദേശിൽ ഭരണം പട്ടാളം ഏറ്റെടുത്തു എന്ന ഒരു സബ് ഹെഡിങ്ങും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട 4 പോയിന്റുകൾ തൊട്ട് താഴെ നൽകിയിട്ടുണ്ട്. പലായനം ഇന്ത്യയിലേക്ക്, ഹസീനയും സഹോദരി ഷെയ്ഖ് റഹാനയും ലണ്ടനിലേക്ക് കടക്കും, പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് ജനം ഇരച്ചുകയറി, ബംഗ്ലാദേശ് അതിർത്തിയിൽ ഇന്ത്യ ജാഗ്രത ശക്തമാക്കി എന്നിങ്ങനെയുള്ള ഈ വാർത്തയുമായി ബന്ധപ്പെട്ട 4 പ്രധാന പോയിന്റുകളും അവിടെ കൊടുത്തിട്ടുണ്ട്. തൊട്ടു താഴെയായി ചേർത്തുപിടിച്ച സർക്കാർ, താൽക്കാലിക പുനരധിവാസം ഉടൻ എന്ന് വയനാടുമായി ബന്ധപ്പെട്ടൊരു വാർത്ത നൽകിയിട്ടുണ്ട്. ടൗൺഷിപ്പ് ആകുന്നതുവരെ ക്യാമ്പുകളിലുള്ളവരെ താൽക്കാലികമായി പുനരധിവസിപ്പിക്കും. അതുപോലെ തന്നെ ഉപജീവനത്തിന് കുടുംബശ്രീ മൈക്രോ പ്ലാൻ, നഷ്ടപ്പെട്ട രേഖകൾ അതത് ദിവസം തന്നെ നൽകാൻ സംവിധാനം എന്നിങ്ങനെയുള്ള വയനാടിനെ പറ്റിയുള്ള 3 കോളം വാർത്തയാണ് നൽകിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ അവിടെ എടുത്തു പറഞ്ഞിട്ടുമുണ്ട്. ഈ വാർത്തയുടെ വലതുവശത്തായി ഈ വേദനയ്ക്ക് എന്ത് പേരിടണം എന്ന തലക്കെട്ടോടുകൂടി വളരെ വായിക്കുന്നവരെ വേദനിപ്പിക്കുന്ന തരത്തിൽ ഒരു 2 കോളം വാർത്ത നൽകിയിട്ടുണ്ട്. ഉള്ളുപൊട്ടി എന്ന ഒരു ചിത്രവും അവിടെ നൽകിയിട്ടുണ്ട്. തിങ്കളാഴ്ച 31 മൃതദേഹവും 154 ശരീരഭാഗവുമാണ് മുത്തുമലയിൽ സംസ്കരിച്ചത്. മൃതദേഹങ്ങളുടെ DNA സാമ്പിൾ എടുത്തു. കുഴിമാടം ഒരുക്കാൻ 50 സെന്റ് കൂടി എടുക്കണം. സംസ്കാര ഭൂമി ദുരന്ത സ്മാരകമായി സംസ്കരിക്കും എന്നിങ്ങനെ 4 പ്രധാന കാര്യങ്ങൾ ആ വാർത്തയെക്കുറിച്ചുള്ളത് അതിന്റെ തൊട്ടുമുകളിലായി നൽകിയിട്ടുണ്ട്. ഒപ്പം തൊട്ട് താഴെയായി സാബ്ലെ ഫൈനലിൽ എന്ന തലക്കെട്ടോടുകൂടി ഒരു വാർത്തയും നൽകിയിട്ടുണ്ട്. അടുത്ത പത്രം എന്ന് പറയുന്നത് ജന്മഭൂമിയാണ്. ജന്മഭൂമിയിൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത് വയനാട്ടിലെ വാർത്തകൾക്ക് തന്നെയാണ്. ഷെയ്ഖ് ഹസീനയുടെ വാർത്ത ആദ്യം തന്നെ ഫ്രണ്ട് പേജിൽ തന്നെ നൽകിയിട്ടുണ്ടെങ്കിലും കൂടുതലായും വയനാട്ടിലേക്കാണ് ജന്മഭൂമി ശ്രദ്ധ ചെലുത്തിയിരിക്കുന്നത്. ബംഗ്ലാദേശിൽ പട്ടാള അട്ടിമറി എന്ന തലക്കെട്ടോടുകൂടിയാണ് ഷെയ്ഖ് ഹസീനയുടെ വാർത്ത നൽകിയിരിക്കുന്നത്. ഷെയ്ഖ് ഹസീന ഭാരതത്തിൽ അഭയം തേടിയെന്നാണ് ജന്മഭൂമി പറയുന്നത്. രാജിവെക്കണമെന്ന് പട്ടാളത്തിന്റെ അന്ത്യശാസനം, പ്രക്ഷോഭകർ പ്രധാനമന്ത്രിയുടെ വസതി കയ്യേറി, രാഷ്ട്രപിതാവ് മുജീബുർ റഹ്മാന്റെ പ്രതിമ തകർത്തു എന്നിങ്ങനെ 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആ വാർത്തയുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട്. തൊട്ടു താഴെയായി പുനരധിവാസം സർക്കാർ ഇരുട്ടിൽ തപ്പുന്നു എന്ന സർക്കാരിനെതിരായ ഒരു വാർത്ത നൽകിയിട്ടുണ്ട്. താഴേക്ക് വരുമ്പോൾ കയ്യേറ്റവും അനധികൃത ഖനനവും അനുവദിച്ചതിന്റെ ഫലമെന്ന് കേന്ദ്രമന്ത്രി കഴിഞ്ഞ ദിവസം വയനാടിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. അതിനെപ്പറ്റിയുള്ള വാർത്തയും നൽകിയിട്ടുണ്ട്. തൊട്ടടുത്തായി ഇനി എന്ത് അവർ ചോദിക്കുന്നു എന്ന തലക്കെട്ടോടുകൂടി വയനാടിനെ പറ്റി വളരെ സങ്കടകരമായ ഒരു ചിത്രം നൽകിക്കൊണ്ട് വയനാട്ടിലെ ഒരു വാർത്തയും നൽകിയിട്ടുണ്ട്. ദുരന്തത്തിൽ ജീവഹാനി സംഭവിച്ചവരുടെ മൃതദേഹം കൂട്ടമായി സംസ്കരിക്കുന്നതിനെ കുറിച്ചൊരു വാർത്ത ഇതിന് തൊട്ടടുത്തായി നൽകിയിട്ടുണ്ട്. കൂട്ട സംസ്കാരം ഇന്നലെ 30 ദേഹങ്ങൾക്ക് എന്ന തലക്കെട്ടാണ് നൽകിയിരിക്കുന്നത്. 154 ശരീരഭാഗങ്ങൾ എന്ന് തൊട്ട് താഴെ നൽകിയിട്ടുണ്ട്. ജന്മഭൂമിയെ പോലെ തന്നെ കേരള കൗമുദിയിലേക്ക് നോക്കുകയാണെങ്കിലും പ്രാധാന്യം നൽകിയിരിക്കുന്നത് വയനാട്ടിലെ വാർത്തയ്ക്കാണ്. കേരള കൗമുദി ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യയിൽ അഭയം എന്ന തലക്കെട്ടോടുകൂടിയാണ് ഷെയ്ഖ് ഹസീനയുടെ വാർത്ത നൽകിയിരിക്കുന്നത്. ഒപ്പം ചെറിയ ചെറിയ തലക്കെട്ടോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നൽകിയിട്ടുണ്ട്. പിന്നിൽ പാകിസ്ഥാനും ചൈനയും അതുപോലെ തന്നെ സുരക്ഷ ശക്തമാക്കി, മുൻപും അഭയം നൽകി എന്നിങ്ങനെയുള്ള ചെറിയ ചെറിയ തലക്കെട്ടുകൾ നൽകിക്കൊണ്ട് വാർത്തയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. തൊട്ട് താഴെയായി വയനാട് പാക്കേജ് കടമ്പകൾ പലത് എന്ന വലിയ തലക്കെട്ടോടുകൂടി വയനാടിനെ കുറിച്ചുള്ള വാർത്തകൾ നൽകിയിട്ടുണ്ട്. ഒപ്പം നീല കോളങ്ങളിലായി കുരുക്കാകുന്നത് നടപടിക്രമങ്ങൾ എന്ന തലക്കെട്ടോടുകൂടി 1, 2, 3 എന്നിങ്ങനെ ആ നടപടിക്രമങ്ങളെ കുറിച്ച് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ പരിഹാരമുണ്ട്, മനസ്സ് വേണം എന്നൊരു തലക്കെട്ടോടുകൂടി തൊട്ട് താഴെയായും അതിനെക്കുറിച്ച് ഒരു 2 വരി നൽകിയിട്ടുണ്ട്. കേരള കൗമുദി മരിച്ചവരുടെ കണക്കിനെ കുറിച്ച് പറയുന്നത് 226 ആണ്. 6 പേരെ കഴിഞ്ഞ ദിവസം 6 പേരുടെ മൃതദേഹങ്ങൾ കഴിഞ്ഞ ദിവസം കിട്ടിയെന്നും പറയുന്നുണ്ട്. ഇന്നലെ സംസ്കരിച്ചതിൽ 27 പേരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയാത്തതാണ്. അതുപോലെ 154 തിരിച്ചറിയാത്ത ശരീരഭാഗങ്ങൾ സംസ്കരിച്ചിരുന്നു. ഈ വാർത്തയ്ക്കുള്ളിൽ തന്നെ കാണാമറയത്ത് 53 കുട്ടികൾ എന്നും നൽകിയിട്ടുണ്ട്. വിലാസം കറുത്ത മഷിയിൽ നമ്പർ എന്ന ചെറിയൊരു തലക്കെട്ടോടുകൂടി ഈ വാർത്തയ്ക്കൊപ്പം തന്നെ മറ്റൊരു വാർത്തയും നൽകിയിട്ടുണ്ട്. അതിന് തൊട്ടു താഴെയായി ദുരന്ത മേഖലയ്ക്ക് സമഗ്ര പാക്കേജ് എന്ന് ധനമന്ത്രി പറഞ്ഞ വിവരവും നൽകിയിട്ടുണ്ട്. തൊട്ടു താഴെയായി അടിതെറ്റി ആഗോള വിപണികൾ എന്ന് അമേരിക്കയിലെ മാന്ദ്യഭീതിയിൽ ലോകമൊട്ടാകെ വിപണികൾ തകർന്നടിഞ്ഞതിനെ കുറിച്ച് അടിതെറ്റി ആഗോള വിപണികൾ എന്ന തലക്കെട്ടോടുകൂടി ആ വാർത്ത നൽകിയിട്ടുണ്ട്. അതിന് തൊട്ടടുത്തായി മെഡൽ ഒരു ജയം അകലെ എന്ന തലക്കെട്ടോടുകൂടി ഒരു സ്പോർട്സ് വാർത്തയും കേരള കൗമുദി നൽകിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാന വാർത്തകൾ എന്ന് പറയുന്നത്. അടുത്ത ദിവസം
വീണ്ടും കാണാം.